ഗൗതം, റിനി ആൻഡ് ജോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ റിനി ആൻഡ് ജോർജ് റീസെന്റ് ഒരു പുതിയ പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ടുള്ള സെൽഫികളുടെ ഒരു നീണ്ട ഘോഷയാത്ര തന്നെ ഉണ്ട് അതിനകത്ത്. ഈ വിഷയത്തിൽ റിനിക്ക് പാസ് കൊടുത്തത് ആരെയെന്ന ചോദ്യം മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ ഉയരുമ്പോൾ ആരാണ് ആ പാസ് കൊടുത്ത ഒരു പ്രമുഖൻ, അല്ലെങ്കിൽ ആ VVIP പാസ് കൊടുത്ത ഒരു പ്രമുഖൻ ആരാണ്? കോൺഗ്രസിനകത്തുള്ളതാണോ? ആരാണ് പാസ് കൊടുത്തത്? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ആ പാസ് കൊടുത്ത ആളെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനകത്തെ പല പ്രമുഖ നേതാക്കളുടെ മക്കൾക്കെതിരെയും പ്രവർത്തിച്ചതിൻ്റെ അല്ലെങ്കിൽ വളരെ വേദനിക്കുന്ന ഓർമ്മകൾ പിൻപറ്റുന്ന കുറേയധികം ആളുകൾ ഉണ്ടാകും. അവരൊക്കെ കൂടി ചേർന്ന് കൊടുത്തതായിരിക്കാം ഈ പാസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ആട്ടമറിയാതെയാണ്, അതായത് കഥയറിയാതെയാണ് ആട്ടം കാണുന്നത് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ റിനി ആൻഡ് ജോർജിനെ കൂക്കി വിളിക്കുന്ന, അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുന്ന, രാഹുലിനെ വല്ലാത്ത രീതിയിൽ പിന്തുണയ്ക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ കഥ അറിയില്ല. യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും കഥ അറിയാതെയാണ് ഇവരെല്ലാവരും ആട്ടം കാണുന്നത്. അതായത് കോൺഗ്രസിലെ ചിലർക്ക് മാത്രം അറിയാവുന്ന ഈ കഥ അണികളോട് മറച്ചു വെക്കേണ്ട രീതിയിലുള്ള എന്ത് കഥയാണെന്ന് അല്ല, അത് രാഹുലിനോട് അവര് ചെയ്യുന്ന എന്താ പറയാ, അവരുടെ ഈ ഉള്ളിൽ ഇപ്പോഴും അവര് കൊണ്ടു നടക്കുന്ന ഒരു സ്നേഹവായ്പാണ്. ഓൾറെഡി കുറേതൊക്കെ പുറത്തു വന്നു. പാവം, ജീവിച്ചു പോയിക്കോട്ടെ. ഇനിയും വല്ലാത്ത രീതിയിൽ ഇവനെ ഇതാക്കേണ്ട ആവശ്യമില്ല. നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്, വളർന്നു വന്നോട്ടെ. അപ്പം എന്താണ് ഇവിടെ സംഭവം? രാഹുലിന് നന്നാകാനുള്ള ഒരു സ്കോപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സമചിത്തതയുള്ള, മിതത്വമുള്ള, പ്രവർത്തിക്കേണ്ട രീതിയിൽ മാത്രം പ്രവർത്തിക്കേണ്ട, ആളുകളോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് പെരുമാറേണ്ട രീതിയിൽ മാത്രം പെരുമാറേണ്ട ഒരാളായിരിക്കണം. ഇതാണ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ. ഇത് ഏതോ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൈമോശം വന്നിരിക്കുന്നു എന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരാൾ ആരാണെന്നറിയാം? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ കോൺഗ്രസിനകത്തെ പല പ്രമുഖ നേതാക്കളുടെ മക്കളോടൊക്കെ ചെയ്ത പല രീതിയിലുള്ള ഓർമ്മകൾ ആ നേതാക്കൾക്ക് ഉണ്ടാകും. അത് അറിയുന്ന മറ്റു പല നേതാക്കൾക്കും ഉണ്ടാകും. അവരൊക്കെ കൂടിയായിരിക്കാം ഒരുപക്ഷെ റിനി ആൻഡ് ജോർജിനെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. അതൊരു മെസ്സേജിങ് കൂടിയാണ്. അത് മെസ്സേജിങ് എന്ന് പറയുന്നത് എന്താണ്? ആ മെസ്സേജിങ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന സ്നേഹത്തിന്റെ കട. വലിയൊരു കാര്യമുണ്ടല്ലോ, സ്നേഹത്തിന്റെ കടയാണിത്. വെറുപ്പ് പ്രചരിപ്പിക്കുന്ന കടയല്ല ഇത് സ്നേഹത്തിന്റെ കടയാണെന്ന്. ഈ റിനി ആൻഡ് ജോർജിനെ കൂക്കി വിളിക്കുന്ന, അവരെ തെറി വിളിക്കുന്ന കോൺഗ്രസ് അണികള്, പ്രവർത്തകര്, നിങ്ങൾ മറന്നു പോകുന്നത് നിങ്ങളുടെ പ്രധാന നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആപ്തവാക്യമാണ് സ്നേഹത്തിന്റെ കട. ഈ സ്നേഹത്തിന്റെ കടയുള്ള നിങ്ങൾ എന്തിനാണ് ഈ ഒരു സ്ത്രീക്കെതിരെ ഇത്രമാത്രം വലിയ അപവാദ പ്രചരണങ്ങളും അവരെ വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എന്താ പറഞ്ഞത്? സൈബർ മീഡിയകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിന് വിധേയമാകുന്നത് സ്ത്രീകളാണ്, അല്ലെങ്കിൽ സ്ത്രീ മാധ്യമ പ്രവർത്തകരാണ്. ഈ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് CPM എടുത്തിട്ട് അലക്കുമ്പോ പ്രതിരോധത്തിന്റെ കവചവുമായിട്ട് ഈ കോൺഗ്രസ് അണികൾ വരാറുണ്ട്. സ്ത്രീകളെ ഇങ്ങനെ ആക്രമിക്കരുത്, മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ റിനി ആൻഡ് ജോർജിന് അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ മറന്നു പോകുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള നേതാവിന്റെ ആപ്തവാക്യമാണ് സ്നേഹത്തിന്റെ കട. സ്നേഹത്തിന്റെ കടയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രിയപ്പെട്ട നേതാവിന്റെ രാഹുൽ ഗാന്ധിയുടെ ആപ്തവാക്യം നെഞ്ചിന്റെ അകത്ത് സ്വീകരിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ റിനി ആൻഡ് ജോർജിനെ പിന്തുണയ്ക്കുന്നത്. ഇത് സ്നേഹത്തിന്റെ കടയാണ്. ഏത്? കോൺഗ്രസ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കടയാണ്. റിനി ആൻഡ് ജോർജിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള പറയട്ടെ. പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ആ കഥ? പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തു എന്നൊരു മനുഷ്യൻ പറയണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഒരുപാട് ബന്ധങ്ങൾ അയാൾക്കുണ്ടായിരുന്നു, ഒരുപാട് കൃഷ്ണനെ പോലെ ഒരുപാട് ഗോപികമാർ അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ അതും സ്നേഹമായിരുന്നു ഗൗതം. സ്നേഹം കൊണ്ട് ഞാൻ ആരെയും റിജക്ട് ചെയ്തില്ല, എല്ലാരും ഒരുപോലെ സ്നേഹിച്ചു. അതും സ്നേഹത്തിന്റെ കടയാണ്. ഐശ്വര്യ ഒരാള് സ്നേഹിക്കുന്നു,
കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഉറപ്പ് നൽകിയിട്ടാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നു. നിങ്ങൾ ഇമോഷണലി അയാളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നു എല്ലാ രീതിയിലും. ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതിനിടയിൽ ഇയാൾക്ക് മറ്റു പല ആളുകളും മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇയാൾ മറ്റു പല രീതിയിലും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് പക്ഷെ ഒടുക്കത്തെ പ്രേമമാണെന്നാണ് ഇയാൾ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിത് അറിയില്ല. ഇങ്ങനെ ഒരു പുരുഷൻ, ഇങ്ങനെ ഒരാൾ നിങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകും. ഒരിക്കലും ഇല്ല ഗൗതം, തകർന്നു പോവില്ല, തകർന്നു പോകില്ല. പക്ഷേ ഈ നാട്ടിലെ പല പറയട്ടെ ഗൗതം, ഐശ്വര്യ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഐശ്വര്യ ഒരിക്കലും സ്നേഹിച്ചു കല്യാണം കഴിക്കാം എന്നൊരുത്തൻ ഉറപ്പ് പറഞ്ഞ ഉടനെ പോയി കൂടെ കടന്നു കൊടുക്കില്ല. ഐശ്വര്യക്ക് പരസ്പരമായിട്ട് സമ്മതപ്രകാരമാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ആവുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് പറയാനും പറ്റില്ല. പക്ഷെ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ ഉടനെ പോയി കിടന്നു കൊടുത്തിട്ട് പിന്നീട് കല്യാണം കഴിക്കുന്നില്ല, അവൻ ചെറ്റയാണ്, അല്ലെങ്കിൽ അവൻ ഒരുപാട് പേരെ ഇതുപോലെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ അവനെതിരെ പീഡന പരാതി കൊടുക്കാനുള്ള അത്രയും താഴ്ന്ന ലെവലിലേക്ക് ഐശ്വര്യ പോവില്ല. ഐശ്വര്യ കല്യാണം കഴിയുന്നതിന് മുന്നേ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെയും കൂടെ തെറ്റാണ്. ആ തെറ്റ് ഞാൻ അംഗീകരിക്കും. ശരി, ഞാൻ പറയുന്നത് ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഐശ്വര്യയെ പോലെ അല്ല ഞാൻ പറയുന്നത്, അത്തരത്തില് അനുഭവമുള്ള അതറിയുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ ആ പാർട്ടിയിൽ ഉണ്ടാകാം. അവരൊരുപക്ഷെ ഇത് ആ മകളുടെ കാഴ്ച കണ്ടതുകൊണ്ട് പൊട്ടിത്തകർന്ന് വിതുമ്പിയിട്ടുണ്ടാകാം. ഇത് പല നേതാക്കളോടും പറഞ്ഞിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ പ്രതികാരം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനോടോ ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജിങ് ആണ്. ഈ വേദിയിൽ കണ്ടത് എങ്ങനെ VIP പാസ് അവർക്ക് കിട്ടി, അവരെങ്ങനെ മുമ്പിലെത്തി എന്ന് പറയുന്നത് ഒരു മെസ്സേജിങ് ആണ്. ആ മെസ്സേജിങ് എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് VD സതീശൻ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്ത്രീകളുടെ ആത്മാഭിമാനമാണ് വലുത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന എന്ത് കാര്യം നടന്നിട്ടുണ്ടെങ്കിലും അതിനെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. അങ്ങനെയാണ് ഔട്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔട്ടായത് അതാണ്. അതായത് ഈ പുറമേയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന 99% ആളുകൾക്കും 99.9% ആളുകൾക്കും ഒരുപക്ഷെ ആ ഒരു ഇമേജേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഥ അറിയാതെയാണ് ആളുകൾ ആട്ടം കാണുന്നത്. ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. പിണറായി വിജയനും ഒരുപക്ഷെ ഒരു ഇമേജ് ഉണ്ടാകും. ഞാൻ ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ കൊടുക്കേണ്ട പ്രിവിലേജിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ആസ് എ വുമൺ തന്നെ ഞാൻ പറയുന്നു, തുല്യത വേണം എന്ന് വാദിക്കുന്നിടത്ത് ഞാൻ പുരുഷന് കിട്ടാത്തതൊക്കെ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് സ്ത്രീ എന്ന് പറയുന്ന പരിഗണന വേണം എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് തുല്യത അവിടെ വേണ്ടി വരുന്നത്? ഇപ്പോ ബസ്സിലാണെങ്കിലും ഇപ്പൊ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകൾക്ക് പരിഗണന വേണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ പാസ് വേണം എന്ന് പറയുന്നു. സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന സ്ത്രീക്ക്, പുരുഷനെ പോലെ ഏൺ ചെയ്യാൻ കഴിവുണ്ട് എന്ന് വാദിക്കുന്ന സ്ത്രീക്ക്, അവർക്ക് മാത്രമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഫ്രീ പാസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിഗണന വേണ്ടത്? അത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറയുന്ന പരിഗണന എനിക്ക് വേണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് നെറേറ്റീവാണ്. ഇതിലൂടെ എന്താണ് ഒരു നെറേറ്റീവാണ്, ഒരു ഇമേജ് ആണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഓരോ പെൺകുട്ടിയും പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് വാഗ്ദാനം ചെയ്താൽ ഉടനെ വീണ് കൊടുത്തിട്ട് പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമില്ല പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഒരു കാര്യമില്ല, ഇവിടെ ഇമ്പോർട്ടൻസ് അത് കഴിഞ്ഞിട്ട് അതിജീവിത ഇര എന്ന് പറയുന്നതിനോട് അങ്ങേറ്റം വെറുപ്പേ ഉള്ളൂ. ഇവിടെ എന്താണ് റിനി ആൻഡ് ജോർജ് മാത്രമാണോ ഐശ്വര്യ വന്നത്? റിനിയാൻ ജോർജ് വന്നിട്ടില്ലല്ലോ. പറയുന്ന റിനിയാൻ ജോർജ് എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പേര് തെറ്റാണ്ട് എവിടെയെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ? അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പം അവരെ പിന്തുണയ്ക്കുന്ന അവർ പറയുന്നത് റിനിയാൻ ജോർജിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു റിനിയാൻ ജോർജ് ആദ്യം രംഗത്ത് വന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ മറ്റു പല ആൾക്കാരും വരും എന്നൊരു ധൈര്യം നൽകാനായിട്ട് വന്ന ഒരാളാണ് റിനിയാൻ. എന്നിട്ട് എന്തുകൊണ്ട് റിനിയാൻ ജോർജിന് പരാതിയില്ലാതെ പോയി? റിനിയാൻ ജോർജ് എന്തുകൊണ്ട് ഒന്നിലും മൊഴി പോലും കൊടുക്കണം, ഒരു സാക്ഷി പട്ടികയിൽ പോലും വരാണ്ട് പോയി? അല്ല, റിനിയാൻ ജോർജ് പറഞ്ഞതെന്താ? ഇദ്ദേഹത്തിന്റെ മോറൽ ബിഹേവിയറിലുള്ള കുഴപ്പത്തെ കുറിച്ചാണ് അവർക്ക് തോന്നി. ചുതി സംഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ അവതരിക്കുന്നു ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ അവതാരമാണോ ഈ പറയുന്ന റിനിയാൻ ജോർജ്? ആയിരിക്കാം, ഒരുപക്ഷെ ഭഗവാന്റെ അവതാരമായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരാള് മോറലി കറക്റ്റ് ആയിട്ട് അവരോട് ബിഹേവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ആ ഘട്ടത്തിൽ അത് ആവർത്തിക്കുന്നു.
ആവർത്തനം ഒരു പരിധി വരെ കഴിഞ്ഞപ്പോ അവർക്ക് പ്രതികരിക്കാൻ പ്രതികരിക്കാനായിട്ട് അവര് രംഗത്ത് വരുന്നു. അവരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവരോട് ചെയ്തത് മാത്രമല്ല, അവർക്ക് ഇങ്ങനെയുള്ള പല 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 കഥകൾ പറയാം. അപ്പൊ അവർക്കൊരു ഉള്ളിലൊരു എന്താ പറയാ ഒരു പ്രതികാരം തോന്നും. അപ്പൊ ഇവനപ്പം ചില്ലറക്കാരനല്ലല്ലോ, ഇവനിട്ട് 2 എണ്ണം കൊട്ടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ല അങ്ങനെ അല്ല അല്ല അങ്ങനെ ഇവിടെ നിങ്ങളൊക്കെ ഈ വിഷയത്തെ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രമാണ്, പുറമേ നിന്ന് മാത്രമാണ് ഇതിനെ വീക്ഷിക്കുന്നത്. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഇതിനെ കുറെ അധികം ആളുകൾ കേവലം ഉപരിപ്ലവം മാത്രമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. ഇതിന്റെ ഇൻഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ അധികം കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് വിവേകമുള്ള, വായനാശീലമുള്ള വി ഡി സതീശനെ പോലുള്ള പൂക്കി മുഖ്യമന്ത്രിമാർക്ക് നേരത്തെ എന്താണ് മുഖ്യമന്ത്രിക്കൊക്കെ നേരത്തെ ഞാനൊരു കാര്യം പറയട്ടെ, കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് തെറ്റാണെന്ന് പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല, തെറ്റല്ല. ഓക്കെ, വി ഡി സതീശൻ അന്ന് ഒരു നിലപാടെടുത്തു, ആത്മാഭിമാനമാണ്, സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ആ നിലപാട് തെറ്റാണോ? കോൺഗ്രസ് ഈ 2 ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തോട്ടെ. കോൺഗ്രസ് പുറത്താക്കിയത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ പുറത്താക്കിയതിനോട് വിയോജിപ്പുണ്ട്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ആരോപണ വിധേയനെ താൽക്കാലികമായിട്ട് പുറത്തു നിർത്തുന്നത് വരെ ഓക്കെ. ഇപ്പോഴും അയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ പറയുന്നു ഇത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ജാമ്യം കിട്ടിയ കേസല്ലേ. പിന്നെയും അദ്ദേഹത്തെ പുറത്തു നിർത്തുന്നതിനോട് വിയോജിച്ചു. പിണറായി വിജയൻ അപ്പം ഗണേഷ് കുമാറിനെ പിടിച്ചു നിർത്തുന്നതിൽ ഭയങ്കര തെറ്റാണ്. ഗണേഷ് കുമാറിന് പിടിച്ചു നിർത്തുന്നത് ഭയങ്കര കുഴപ്പമാണ്. നിങ്ങളിവിടെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കൂ. ഇതിനെ അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട്, രാഹുലിനെ പുറത്താക്കിയതുകൊണ്ട് എന്തൊക്കെ ഗെയിനാണ് കോൺഗ്രസിന് ഉണ്ടായത്? ഒരു ഇമേജ് ബിൽഡിംഗ്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ആളുകൾക്കിടയിൽ നൽകുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്. ആ ഇംപ്രഷന് എന്തായിരിക്കുമെന്ന് തന്ത്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള വി ഡി സതീശൻ അറിയായിരുന്നു. രാഷ്ട്രീയ ചാണക്യനാണ്, ഒരു സംശയമില്ല. റിനി ആൻഡ് ജോർജും പറഞ്ഞത് എന്റെ MLA എന്റെ വി ഡി സതീശൻ രാഷ്ട്രീയ ചാണക്യനാണ്. അതിപ്പോ നമ്മൾ പറയുന്ന ഒരു ആസ്പെക്റ്റിലല്ല അവിടെ വെച്ച് കാണുന്നത്. അപ്പോ ഈ പറയുന്നതിൽ ഇന്നർ മീനിങ്ങുകൾ ഒരുപാടുണ്ട് ഗൗതം. ഇതില് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നിഷ്കളങ്കനായിട്ടുള്ള, ഒരു തെറ്റും ചെയ്യാത്ത, സൽസ്വഭാവിയായിട്ടുള്ള, സ്ത്രീകളോട് ഒരു മോശപ്പെട്ട ഒരു രീതിയിൽ പോലും ഒന്നും പറയാത്ത ഒരാളാണെന്ന് അടിമകൾ വിശ്വസിക്കുമായിരിക്കും. എന്നെ കൊണ്ട് എന്തായാലും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നിഷ്കളങ്കനായിട്ടുള്ള, ഒരു തെറ്റും ചെയ്യാത്ത, എന്തോ പഞ്ചനന്മയായിട്ടുള്ള, നന്മമരമാണെന്നൊക്കെ ഐശ്വര്യ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അതാ ചോദിക്കുന്നത്, കരുതുന്നുണ്ടോ? ഇനി പറയാലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കളങ്കനാണെന്നോ പുണ്യാളനാണെന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് ഈ മോശം പ്രവൃത്തിയാണെങ്കിൽ അതിൽ രാഹുലിനെ പോലെ തന്നെ തെറ്റ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവരും ചെയ്തിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ. എനിക്കൊരിക്കലും ഇതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ആസ് എ ലേഡി അല്ലെങ്കിൽ ആസ് എ വുമൺ എനിക്ക് ഒരിക്കലും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവരുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണത്. ഒരിക്കലും എന്തെങ്കിലും ഒരു വാഗ്ദാനത്തിന്റെ പുറത്ത് വഴങ്ങി കൊടുത്തിട്ട് അതിന് ആ വാഗ്ദാനം ലംഘിക്കപ്പെടുമ്പോൾ മാത്രം, അതിപ്പോ കല്യാണം കഴിക്കാന്നുള്ളതാവാം, ജോലി കൊടുക്കാന്നുള്ളതാവാം, അല്ലെങ്കിൽ സിനിമയിൽ നായികയാക്കാന്നുള്ളതാവാം, അങ്ങനെ എന്ത് വാഗ്ദാനത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിന് പിന്നീട് ആ വാഗ്ദാന ലംഘനം നടക്കുമ്പോൾ പീഡനം എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നതിനോട് യോജിപ്പില്ല. അതിനെക്കുറിച്ചാണോ പറഞ്ഞത്? അതിനെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്ന ഉഭയകക്ഷി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കളങ്കൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവരല്ല പറഞ്ഞത്. ഞാൻ ഈ വീസ് ഫ്ലോറിലിരുന്ന് ഇതേ ചാനലില് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ചെയ്തതിന് ശേഷം പിന്നീട് പീഡനമായിട്ട് വരുന്നത് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ ഒരാളാണ്. ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ നമ്മൾ മറ്റേ അതിജീവിതമാരെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ റിനി ആൻഡ് ജോർജിനെ പറ്റിയിട്ടാണ്. റിനി ആൻഡ് ജോർജ് ആണ് രാഹുലുമായിട്ടുള്ള ഇടപെടൽ. അല്ല, രാഹുൽ അവരാരോ ആയിക്കോട്ടെ,
അവരാരുമായിട്ട് ആരാണ് ഗൗതം? അല്ല അവരാരാണ് പറയൂ, ആരാണ് അവര്? എങ്ങനെയാണ് അവർ ഏത് രീതിയിലാണ് നമുക്ക് വിശേഷിപ്പിക്കേണ്ടത്? ഏത് അവർ രീതിയിലാണ്? അതിഥിയാണോ? ആരോപണം ഉന്നയിച്ചാണോ? നിങ്ങൾക്ക് അവരുമായിട്ടുള്ള, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അവരുമായിട്ടുള്ള പ്രശ്നം എന്താ? എനിക്ക് അവരുമായിട്ട് യാതൊരുവിധ ഞാൻ പ്രശ്നം. നിങ്ങൾ എന്ന് പറയുന്നത് രാഹുലിനെ എന്താണ്, അവരിപ്പോ കൂക്കി വിളിക്കുകയും തെറി വിളിക്കുകയും സൈബർ ലിഞ്ചിങ്ങും അറ്റാക്കും ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് റിനി ആൻഡ് ജോർജിനെ ഒന്ന് നേരിട്ടിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഇവരാരാണെന്ന് അറിയ പോലും ഉണ്ടാവില്ല. എന്താണ് നിങ്ങൾക്ക് റിനി ആൻഡ് ഗൗതമും റിനി ആൻഡ് ജോർജും തമ്മിൽ നല്ല വളരെ അടുത്ത ബന്ധമാണോ? ഞാൻ അവരുമായിട്ടുള്ള അടുത്ത ബന്ധം എന്നുള്ളതല്ല, ഞാനിവിടെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് എടുത്ത നിലപാടിനൊപ്പമാണ്. ഇപ്പോഴും ഇവിടുത്തെ ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി പറയുന്ന നിലപാടിനൊപ്പമാണ്. ആ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീകളെ സൈബറായിട്ട് അറ്റാക്ക് ചെയ്യരുത്, അത് തെറ്റാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്, ഈ വേദിയിൽ അവർ ഇതിനെ മനസ്സിലാക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ മെസ്സേജിങ് ആണ്. നമ്മള് ആ മെസ്സേജിങ് എന്ന് പറയുന്നത് ആ മെസ്സേജിങ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പമാണ്, നമ്മള് സ്ത്രീകൾക്കൊപ്പമാണ്. നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത്? കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് നിന്ന് തന്നെ ഉമാ തോമസിനെ പോലെ അത്രയും പ്രമുഖയായിട്ടുള്ള നേതാവ് ഇയാൾക്കെതിരെ രംഗത്ത് നിങ്ങൾ ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ആൾക്കെതിരെ കോൺഗ്രസ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്ന സമയത്ത് ഉമാ തോമസിന്റെ വായിൽ നിന്ന് വന്നത്, നന്ദൂട്ടൻ ചെറുപ്പം മുതലേ എന്റെ വീട്ടിൽ കളിച്ചു വളർന്നതാണ്, ഞങ്ങൾക്ക് വളരെ പേഴ്സണലി അറിയാം നന്ദൂട്ടൻ ഞങ്ങളുടെ സ്വന്തമാണ് ഈ കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കെ രമയും പറഞ്ഞത് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തു എന്നുള്ളതിനൊരു തെളിവ് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെന്തിനാണ് സൈബർ അറ്റാക്ക് നേരിട്ടത്? അവര് വിധവായി എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് ഒന്നാമത്തെ കാര്യം, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഊളകളായിട്ടുള്ള കുറെ അടിമകളുണ്ട്. ഇവരെ കൂടെ ഇവർക്ക് അനുസരിച്ചിരുന്നിട്ട് സംസാരിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. ഞാൻ എന്തായാലും ഉമാ തോമസിനൊപ്പമാണ്, കെ രമയ്ക്കൊപ്പമാണ്, ഷാനിമോൾ ഉസ്മാനിനൊപ്പമാണ്, ലതിക സുഭാഷിനൊപ്പമാണ്, ശോഭന ജോർജിനൊപ്പമാണ്. ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ റിനി ആൻഡ് ജോർജിനൊപ്പമാണ്. എന്താ സംശയം? അവരൊക്കെ ആ വേദിയിൽ പോകാനുള്ള എല്ലാ ഇതുണ്ട്. അവർ പോകുന്നതിന് നിങ്ങൾ എന്തിനാണ് ഈ അറ്റാക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ മാനസികാവസ്ഥ പ്ലസ് കാറ്റഗറി അനുവദിച്ചിട്ടുള്ള സുരക്ഷാ കാറ്റഗറി രാഹുൽ ഗാന്ധി ഒരു വേദിയിൽ പാസിലേക്ക് ഇടിച്ചു കയറി ഒരു പെണ്ണിന് ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയധികം സെൽഫികൾ ആ വേദിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. ആ മാനസികാവസ്ഥ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലും പറഞ്ഞതാണ്. ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രവർത്തിച്ച പ്രവർത്തകർക്ക് ഈ രേവന്ത് റെഡ്ഡിയുടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ആ വേദി സത്യപ്രതിജ്ഞ തൊട്ടടുത്ത് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. കണ്ണുകടി ഉണ്ടാകും, വിഷമം ഉണ്ടാകും. അതിനൊപ്പമാണ്, അത് മനസ്സിലാക്കുന്നു. എന്ന് വിചാരിച്ചിട്ട് റിനി ആൻഡ് ജോർജിനെ മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യണം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ പുണ്യാളനാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പുണ്യാളനല്ല എന്നുള്ളത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്നും ഇതൊന്നും ചെയ്യാത്ത ആളാണോ എന്നുള്ളതാണ് രാഹുൽ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട് എന്ത് ധാർമ്മികതയാണെന്നാണ് ഈ വിഷയമൊക്കെ വന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്. അതിനർത്ഥം ഞാൻ പുണ്യാളനല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് പറയാൻ എന്താ ആവശ്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മനസ്സിലായില്ലേ? ഓർമ്മയില്ലേ ആ കാര്യങ്ങളൊക്കെ? അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രാഹുൽ ഫാൻസിന്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തോന്നില്ല. ശരി, ആയിക്കോട്ടെ. ഞാൻ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇത്തരത്തിൽ രീതിയിൽ സൈബർ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നതിനൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട UDFന്റെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള സ്നേഹത്തിന്റെ കട, അത് ഈ അറ്റാക്ക് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകര് വല്ലപ്പോഴെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരം സ്നേഹത്തിന്റെ കടകൾ തുറക്കുമ്പോഴാണ് പല ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും സ്നേഹത്തിന്റെ കട മറക്കരുത്. ആ സ്നേഹത്തിന്റെ കടയിലേക്ക് പോകാനും സാധനം വാങ്ങിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഞാനത് ഓർക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ആ വാക്കിനെ ഞാൻ ഓർക്കുന്നു. ഈ കോൺഗ്രസ് അനുഭാവികളും ചില പ്രവർത്തകരും ഇത്തരത്തിലുള്ള സ്ത്രീകളെ സൈബർ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുമ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വെറുപ്പല്ല പ്രചരിപ്പിക്കേണ്ടത്, സ്നേഹമാണ്, സ്നേഹത്തിന്റെ കട, ആ വാക്ക് ഞാൻ ഓർക്കുന്നു.